ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇളന്തപ്പഴത്തിൻ്റെ പരിചരണവും ഇളന്തപ്പഴത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും ആ ചെടിയുടെ പരിചരണവും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു 10 വർഷമായിട്ട് വാങ്ങിച്ചു വെച്ച ഒരു ഇളന്തപ്പഴത്തിൻ്റെ മരമാണ്. അതിൽ എല്ലാ വർഷവും കായ ഉണ്ടായി തുടങ്ങി. വാങ്ങിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് കായ്ച്ചു തുടങ്ങി. ഇതാണ് ഇതിൻ്റെ ഒരു പഴുത്ത ഫ്രൂട്ടിൻ്റെ അവസ്ഥ കേട്ടോ. ഉണ്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതൊക്കെ പാകമായി വരുന്നേ ഉള്ളൂ. ഈ പഴങ്ങളൊക്കെ പാകമായിട്ട് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചള്ള് എന്ന് പറയും. ചെറുതാണ് ഇതൊക്കെ. മറ്റേത് ഇത്തിരി ലൈറ്റ് ഷെയ്ഡ് നല്ല ആപ്പിൾ പോലെ നിൽക്കുന്നതാണ് ഇതിൻ്റെ പാകമായ കായകൾ. ഇതൊക്കെ ചള്ളാണ്. നിറയെ പൂക്കുകയും ചെയ്യും, നിറയെ കായ പിടിക്കുകയും ചെയ്യും, ശക്തിയായിട്ടുള്ള ഇലകൾ വരികയും ചെയ്യും. നല്ല ഒരു തണൽ മരം പോലെയൊക്കെ നമുക്ക് വെക്കാം. കണ്ട, ഒരു 10 വർഷമായി ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വെട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം അത് പന്തലിക്കും. അപ്പോൾ ഇത് റോഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവരുതല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കൊമ്പൊക്കെ വെട്ടി കളയും. പിന്നെ നല്ല 2 ശക്തിയുള്ള ഇല മാത്രമേ ഞങ്ങൾ നിർത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇത്രയും വെട്ടി കളഞ്ഞത് കാണുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ നന്നായിട്ട് പന്തലിക്ക് വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു മരം തന്നെയാണ്. വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കും. നിറയെ പൂത്ത് കഴിഞ്ഞാൽ പൂക്കൾക്ക് അത്ര ഒരു നല്ല സ്മെല്ലല്ല, ചെറിയൊരു ഫൗൾ സ്മെല്ല് പോലെ നമുക്ക് തോന്നും. പക്ഷെ നിറയെ കായ പിടിക്കും. കായ നല്ല ടേസ്റ്റാട്ടോ. നല്ല ഫ്ലഷിയാണ്, നല്ല ജ്യൂസിയാണ് തിന്നാൻ. നമ്മൾ സബർജിലിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ്, പക്ഷെ നല്ല രസമാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂക്കാറായിട്ട് 2 ദിവസം കൂടിയും കഴിഞ്ഞതൊക്കെ പൊട്ടിക്കാൻ പറ്റും. നിറയെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടുള്ള ചില്ലകൾ വെട്ടിയതാണ്. അതിനൊക്കെ ഉണ്ടായിരുന്നു കായ. പിന്നെ ഇതിൻ്റെ ചെറിയ മുള്ളുണ്ടാവും, ചെറുതായിട്ട് ഇതിൻ്റെ കമ്പിൽ മുള്ളുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇത് ഇത്ര ഹാർഡല്ല, പക്ഷെ ഇത്തിരിയും കൂടി മൂത്ത കമ്പാണെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതൊന്നും അതാകണ്ട. ഈ ഒരു നോടുമ്മയൊക്കെ മുള്ളുണ്ട്. അപ്പോൾ അതിങ്ങനെ പിടിക്കുമ്പോൾ അത് നമുക്ക് വേദനയാവും. അത് ശ്രദ്ധിച്ച് പിടിക്കണം. എല്ലാ ഭാഗത്തും ഇല്ല, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് മുള്ളുണ്ട്. പിന്നെ കൊമ്പ് നല്ലോണം കായ പിടിക്കുമ്പോഴേ മഴക്കാലത്ത് കൊമ്പ് ഒടിയാനുള്ള ചാൻസ് കണ്ടിട്ടുണ്ട്. ഇതിന് കൊമ്പ് ഒടിയും. അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത പോലെ തൂങ്ങിയിട്ട് മഴവെള്ളവും കായകളൊക്കെ നിറയുമ്പോൾ അത് തൂങ്ങുമല്ലോ. അപ്പം അത് കൊമ്പൊടിയാറുണ്ട്. അങ്ങനെ എന്നാലും പിന്നെയും ഇഷ്ടമാതിരി കൊമ്പ് വന്നിട്ട് അത് വീണ്ടും കായ്ക്കാറുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലത്ത് അതുപോലെ തന്നെ കായകൾ ചില സമയത്ത് ഉള്ളിൽ പുഴു വരാനൊക്കെ കണ്ടിട്ടുണ്ട് മഴക്കാലത്ത്. പിന്നെ ചീഞ്ഞു പോവും കായ, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വേനൽക്കാലത്ത് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല പഴുത്ത പഴം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നല്ല പഴുത്തുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ജ്യൂസിയാണ്, ഫ്ലഷിയാണ്. അപ്പോൾ പറ്റാവുന്നവർ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കുക. പിന്നെ ചിലർ പോട്ടിലൊക്കെ അത് നടുന്നുണ്ട് കേട്ടോ. വലിയ ബക്കറ്റിലൊക്കെ ടെറസുമൊക്കെ ചെയിന് കണ്ടിട്ടുണ്ട്. ഞാൻ താഴത്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വളർച്ച. നമുക്കറിയാലോ, പോട്ടിൽ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വളർച്ചയാണ് വരുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്